ശ്രീ ജോർജ് ജോസഫ്, എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എത്രത്തോളം ഗൗരവമായിട്ട് അന്വേഷണ ഏജൻസികൾ ഈ കാര്യങ്ങൾ നോക്കിക്കാണും? അതെ, ബിഷപ്പിനൊരു ത്രെട്ട് വന്നപ്പം തീർച്ചയായിട്ടും ഗവൺമെന്റ് അടിയന്തരമായിട്ട് അതിന് നടപടി എടുക്കണാലും ഏത് വഴിക്കൂടെ വന്നു. പക്ഷെ ശക്തമായ ചില നടപടികൾ എടുക്കാൻ ഗവൺമെന്റ് ബുദ്ധിമുട്ടുണ്ട്. കാരണം SDPIയിലെ കുറെ ആൾക്കാർ എൻ്റെ അഭിപ്രായത്തിലെ LDFിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അവർ മനംമാറ്റം വന്നോ ഇല്ലയോ നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ കുറെ ആൾക്കാർ SDPIയിൽ വേറെ എവിടെയെങ്കിലും ചേക്കേറണ്ടേ അവർക്ക്, അത് തീർച്ചയായിട്ടും പോയിട്ടുണ്ട്. എങ്കിലും കുറച്ചുകൂടെ തീവ്രവാദികളെ ആൾക്കാർ അതിൽ നിന്ന് മാറാതെ ഇപ്പോഴും IDFI പോലെയുള്ള തീവ്രവാദ സംഘടനകളിലേക്കൊക്കെ അല്ലെങ്കിൽ SDPI ഇസ്ലാമിക് ഡിഫൻസ് ഫോഴ്സ് ഓഫ് ഇന്ത്യയിലേക്കൊക്കെ മാറിക്കഴിഞ്ഞു. അത് തീവ്രവാദ സ്വഭാവം ഉള്ളവരൊക്കെ തന്നെയാണ് മാറിയിരിക്കുന്നത്. നേരത്തെ ഇതിന്റെ ഒരു തുടക്കത്തിൽ തന്നെ ഒരു കോഷൻ കൊടുത്തത് പാലാ ബിഷപ്പായിരുന്നു. അദ്ദേഹത്തിനെതിരായിട്ട് ശക്തമായ ആക്രമണം ഉണ്ടായി. അതിനെ അവരെ ഒരു വിഭാഗം ആൾക്കാർ അദ്ദേഹത്തിനെ സംരക്ഷിക്കാൻ അവിടെ വന്നിരിക്കുന്നു. അപ്പൊ അതൊരു കൺഫറണ്ടേഷനിൽ പോകാതെ അത് ആ ഭാഗം അങ്ങ് മാറി. പക്ഷെ ഇപ്പം വന്നിരിക്കുന്നത് താമരശ്ശേരി ബിഷപ്പിനെതിരായിട്ട് വന്നിരിക്കുന്നത് അതെന്തായാലും അതൊരു ഭീഷണിയാണ്. കാരണം പാലായിലെ ഭീഷണി പിതാവിന്റെ അടുത്ത് വന്നപ്പം അത് ഡിഫൻസ് ചെയ്യാൻ LDFും അല്ലെങ്കിൽ LDF ഇല്ലെങ്കിലും UDFും അതുപോലെ BJP ഒക്കെ രംഗത്ത് വന്നിരുന്നു അതിനകത്ത്. പക്ഷെ വീണ്ടും അതേ രീതിയിലുള്ള ഒരു നീക്കമാണ് ഇപ്പം റെമിജിയോസ് ബിഷപ്പിന്റെ അടുത്തോട്ട് വന്നിരിക്കുന്നത്. അതാരും പ്രതികരിച്ച് കണ്ടിട്ടേ ഇല്ല. അത് ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ സാഹചര്യം കൊണ്ടായിരിക്കാം. എങ്കിലും അതത്ര നിസ്സാരമായി തള്ളരുത്. കാരണം അതിനു മുമ്പ് നമ്മൾ കണ്ടല്ലോ, എറണാകുളത്ത് ഒരു ഹിജാബ്, ഒരു തിരുവസ്ത്രം അല്ലെങ്കിൽ ആ തിരുവസ്ത്രം ധരിച്ച് സിസ്റ്റേഴ്സിനെ പോലെ ധരിച്ച് ഒരു പെൺകുട്ടി അവിടെ വന്നെന്നൊക്കെ പറയാൻ കാരണമാക്കിയിരുന്നല്ലോ. അതൊക്കെ നമ്മൾ മറന്നുപോയത്. അങ്ങനെയല്ല, അത് അവരുടെ സഭയുടെ തിരുവസ്ത്രം ധരിച്ചു വരുന്ന കന്യാസിമാരുടെ അവരുടെ സ്കൂളിലെ ഹിജാബ് ധരിച്ചു വന്ന ഒരു കുട്ടിയുടെ ഒരു ആവശ്യമില്ലാതെ, ആ കുട്ടി അവിടെ പഠിച്ചുകൊണ്ടിരുന്ന വേറെ ഹിജാബ് ധരിച്ച കുട്ടികളൂടെ ഉണ്ട്, അതൊരു ഇഷ്യൂ ആക്കി കൊണ്ടുവരുന്ന ആവശ്യമില്ലായിരുന്നു. കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങളും എല്ലാ മതങ്ങളെയും ഒരേ കണ്ണുകൊണ്ട് കാണുന്നവരല്ലേ. നമ്മളെല്ലാം അങ്ങനെയാണ് കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങളും. പക്ഷെ കുറച്ച് ചെറിയ വിഭാഗങ്ങൾ അവരെ ഇപ്പം SDPI ഒക്കെ നിരോധിച്ചു കഴിഞ്ഞപ്പോഴും കുറെ അഫ്ഗാനിസ്ഥാനിന്റെ ഇമ്പോർട്ടൻസ് ഇപ്പം കുറഞ്ഞു. നേരത്തെ അവിടെയൊക്കെ ചേക്കാറായിരുന്നു, അതിപ്പം നടക്കില്ല. കാരണം അഫ്ഗാനിസ്ഥാനും ഇന്ത്യയുമായിട്ടുള്ള നയതന്ത്ര ബന്ധത്തിൽ ഇപ്പം ചില തീരുമാനങ്ങളൊക്കെ വന്ന് അംബാസഡർമാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈമാറിയിട്ടുണ്ട്. അപ്പം ചേക്കേറാൻ അവിടെ അവസരമില്ല. അതുകൊണ്ട് ആ സംഭവത്തിനോടുകൂടി നമ്മൾ ഒരു കാര്യം ആലോചിക്കണം. ഈ വിഷയം ഇനി ഇന്ത്യ കുറച്ച് തീവ്രമായ ചിന്തയിലേക്ക് പോകണം എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം എന്താണെന്നറിയാമോ, അഫ്ഗാനിസ്ഥാനുമായിട്ട് വന്നു കഴിയുമ്പം ഇവിടെയുള്ള തീവ്രവാദിക്ക് ചേക്കേറാനുള്ള സൗകര്യം ഇല്ല അവിടെ. അതൊരു വലിയ പ്രശ്നമാണ്. അവർ പിന്നെ എവിടെയാണ് ചേക്കേറുന്നത്? ഇന്ത്യയിൽ തന്നെ ചേക്കേറുകയാണ് ഇപ്പം. അപ്പൊ അതിന് സാമ്പത്തികം വേണം. ആ സാമ്പത്തികം ഏതോ വഴിക്കൂടെ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് നിലനിൽക്കില്ല. എല്ലാം സാമ്പത്തികമതിന്റെ അടിസ്ഥാനം. അതുകൊണ്ട് ഈ ഒരു സംഭവത്തെ പറ്റി തീർച്ചയായിട്ടും കാര്യമായി IBയും CBIയും NIAയും കേരളത്തിലെ ഇന്റലിജൻസും വളരെ കർക്കശമായി അന്വേഷിക്കണം. കാരണം നമ്മൾ പിടികെട്ടാത്ത പോലെ കാര്യങ്ങൾ നീങ്ങും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഫണ്ട് വരുന്നുണ്ട്, അത് ഏത് വഴിക്കാണ് ഫണ്ട്? എൻ്റെ ഒരു കാഴ്ചപ്പാട് അതുകൊണ്ടാണ്. ഇന്ത്യയിലെ തീവ്രവാദികൾക്ക് ഫണ്ട് വരുന്നത് ഇവിടെ ഇപ്പം ഫണ്ട് വരുന്ന ന്യായമായ രീതിയിൽ അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ അംഗീകാരത്തോടുകൂടി വരുന്ന ചില സംഘടനകൾക്ക് ഫണ്ട് വരുന്ന അതിൽ കൂടിയാണോ എന്ന് പരിശോധിക്കേണ്ടി വരും. കാരണം ഇവിടെ ക്രിസ്ത്യൻ സഭകൾക്കൊക്കെ പല ഫണ്ടുകൾ വന്നപ്പോൾ അതൊക്കെ പാവപ്പെട്ടവരെ, അങ്ങനെയുള്ള ഹിന്ദു ഓർഗനൈസേഷൻ ഉണ്ടായി വളരെ പാവപ്പെട്ടവരെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാം ശ്രമിച്ചതിൻ്റെ ഇടയ്ക്ക് വന്ന ഫണ്ടുകൾ അവർക്കൊക്കെ നിന്നുപോയി. ഇപ്പം യഥാർത്ഥത്തിൽ അവകാശമുള്ളവരെ ഫണ്ട് നിന്നുപോയി. പക്ഷേ വേറെ തീവ്രവാദികൾക്ക് ഫണ്ട് വരുന്നുള്ള അതാണ് നമ്മൾ കർക്കശമായി അന്വേഷിക്കേണ്ടത്. തീർച്ചയായും ജോർജ് ജോസഫ്, ആ അർത്ഥത്തിലേക്കാണ് ഇവിടെ ഒരു അന്വേഷണം വേണ്ടത് എന്ന് വളരെ പ്രധാനപ്പെട്ട പോയിന്റിലേക്കാണ് അങ്ങ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അങ്ങ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്.